നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലൊരു വർക്ക് പീസ് ഉണ്ട്. അതിൻ്റെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഈ ഫിനിഷിംഗ് നമുക്ക് എങ്ങനെയാണ് കിട്ടിയതെന്നും ഇത് ഏത് മെഷീനിലാണ് ചെയ്തതെന്നുമാണ് നമ്മൾ നോക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ മെഷീൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണാം, ഇത് സർഫസ് ഗ്രൈൻഡിങ് മെഷീനാണ്. ഇതിൻ്റെ വർക്കിങ്ങും അതിൽ വർക്ക് സെറ്റ് ചെയ്യുന്നതും ആ മെഷീൻ്റെ പാർട്സുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് മെഷീൻ്റെ പാർട്സ് ഒന്ന് നോക്കാം. ഇതിൽ നമുക്കിവിടെ മെയിൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു ഗ്രൈൻഡിങ് വീലുണ്ട്. ഓക്കെ, ഈ ഗ്രൈൻഡിങ് വീലാണ് ഇതിൻ്റെ ടൂളായിട്ട് നമ്മൾ പറയുന്നത്. ഇത് അലക്സ് എന്ന് പറയുന്ന മെഷീൻ ടൂൾസ് കമ്പനിയുടെ NH750 എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ ഈ കാണുന്ന മെഷീൻ. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ വരുന്നത്, ഇപ്പോൾ നമുക്ക് ആദ്യം മുകൾ മുതൽ നോക്കാം. ഇവിടെ ആദ്യം കൊടുത്തിട്ടൊരു വീല് കൊടുത്തിട്ടുണ്ട്. ഈ വീലാണ് ഇതിൻ്റെ ഡെപ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന വീല്. ഓക്കെ, ഡെപ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന വീലാണിത്. അതായത് ഡെപ്ത്ത് എന്ന് മീൻസ് നമ്മളുടെ ഗ്രൈൻഡിങ് വീലിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ്, അതായത് വെർട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് ഈ പറഞ്ഞ ഈ വീലിലായിരിക്കും. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ മാഗ്നറ്റിക് ബെഡാണത്. ഈ മാഗ്നറ്റിക് ബെഡിലാണ് നമ്മൾ വർക്ക് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ബെഡ്, അത് ബെഡിൻ്റെ ലിവറാണ് നിങ്ങൾ കാണുന്നത്. ബെഡ് ലിവർ ഉണ്ട്. ദെൻ അതിൽ നമ്മൾ ഇവർ അറ്റാച്ച്മെൻറ്റ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആംഗിളായിട്ടുള്ള വർക്കുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ആംഗിൾ വൈസാണിത്. ആംഗിൾ വൈസിലാണ് നമ്മൾ വർക്ക് സെറ്റ് ചെയ്യുന്നത്. ദെൻ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലോക്കിംഗ് സിസ്റ്റം 1, 2. ഈ ലിവർ, അതായത് നമ്മളുടെ എക്സ് ആക്സിസിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ, അതായത് നമുക്കൊരു പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം ലിമിറ്റ് വരെ മൂവ് ചെയ്താൽ മതി ഈ ബെഡ്. സോ അതുകൊണ്ട് അതിനെ നമ്മൾ ലോക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് ഈ 2 ലോക്കിംഗ് സിസ്റ്റം. അത് നമ്മളുടെ വർക്കിൻ്റെ ലെങ്തിനനുസരിച്ചിട്ട് ഇത് മൂവ് ചെയ്യിച്ചിട്ടതിന് ശേഷം ഈ ലോക്കിംഗ് സിസ്റ്റത്തിലാണ്, അതായത് ഇതാണ് സ്റ്റോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സ്റ്റോപ്പറിൽ വന്ന് തട്ടിക്കഴിയുമ്പോൾ അത് തിരിച്ച് റിട്ടേൺ പോരും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും 2 സൈഡിലും അതുപോലുള്ള മൂവ്മെൻറ്റ് നടക്കും. അപ്പോൾ നമുക്ക് ഈ ലോക്കിംഗ് സിസ്റ്റത്തിൻ്റെ ഇതൊന്ന് നോക്കാം. ഈ ലോക്കിംഗ് സിസ്റ്റത്തിൽ ഇത് റിലീസിംഗ് ആണ്. ഇത് നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് പുഷ് ചെയ്ത് പിടിച്ച് നമ്മളിത് മൂവ് ചെയ്ത് നമുക്കിത് മൂവ് ചെയ്യിക്കാൻ പറ്റും. ദെൻ അതിനുശേഷം നമ്മളൊരു കറക്റ്റ് ഒരു പൊസിഷനിലെത്തി നമുക്ക് ഇവിടെ വരെ മതിയെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇട്ടിട്ട് ഇത് റൈറ്റിലേക്ക് ലോക്ക് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കും. ഇതായിരിക്കും അപ്പോൾ എൻ്റെ സ്റ്റോപ്പായിട്ട് കൺസിഡർ ചെയ്യുക. ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ റൈറ്റിലേക്കാണ്. ഇത് റൈറ്റിലേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ റിലീസാവും. ദെൻ അതിന് ശേഷം അത് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടിട്ടിട്ട് ഇത് തിരിച്ച് റിട്ടേൺ ഈ പൊസിഷനിലേക്ക് ഇടുമ്പോൾ അത് ലോക്കായിരിക്കും. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മൂവ്മെൻറ്റ് നടക്കില്ല. അപ്പോൾ ഇതായിരിക്കും എൻ്റെ സ്റ്റോപ്പർ 2 എൻ്റെ സ്റ്റോപ്പറായിട്ട് വരും. VMC മെഷീനെ ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ട്. അതിൽ ഇങ്ങനെയുള്ള ഈ മൂവ്മെൻറ്റ് നമ്മൾ എക്സ് ആക്സിസ് എന്നും ഇങ്ങനെയുള്ള ക്രോസ് ആയിട്ടുള്ള മൂവ്മെൻറ്റിനെ നമുക്ക് വൈ ആക്സിസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത് വൈ ആക്സിസിൻ്റെ മൂവ്മെൻറ്റ്, അതായത് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ് കൊടുക്കുന്നത് ഈ കൊടുത്തിരിക്കുന്ന വീലിലാണ്. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇത് ഹൈഡ്രോളിക് ആണ്. ഹൈഡ്രോളിക്കിൻ്റെ സ്വിച്ച് കീ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഓൾറെഡി ഡിഗ്രി സെറ്റ് ചെയ്യണ വൈസ് ഉണ്ട്. അതിലിപ്പം ഒരു വർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് സെറ്റിങ്ങും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നമുക്ക് ഇപ്പോൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തത് ഇതിൻ്റെ ബേസാണ്. അതായത് ഗ്രൈൻഡിങ് വീലിൻ്റെ തിക്നെസ്സും നമ്മളുടെ വർക്ക് പീസിൻ്റെ ആ വീതിയും ഏകദേശം ഒരേ പാരലായിട്ട് വരുത്താൻ വേണ്ടിയിട്ട് അടിയിൽ നിന്ന് ബേസ് തട്ടി ലെവൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏകദേശം ബേസ് സെറ്റ് ആയിട്ടത്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ മാഗ്നറ്റ് ലോക്ക് ചെയ്താണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ബേസ് സെറ്റ് ചെയ്ത പോലെ തന്നെ ഗ്രൈൻഡിങ് വീലിൻ്റെ അടിഭാഗവും വർക്കിൻ്റെ സർഫസും നമ്മൾ ഒരേ ലൈനിൽ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിൽ ടേപ്പർ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ ടച്ച് ചെയ്ത് അത് ലെവലാക്കണം. എല്ലാ സ്ഥലത്തും ഒരുപോലെ ഗ്രൈൻഡിങ് വീല് ടച്ച് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, ഇതിപ്പോൾ ഒരു ആംഗിൾ പ്ലേറ്റ് ആയതുകൊണ്ടാണ് ഇതൊരു ബ്ലേഡാണ് ശരിക്കും പറയുന്നത്. ഇതിന് ആംഗിളായിട്ടാണ് അതിൻ്റെ കട്ടിംഗ് പോയിന്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് ഈ പറഞ്ഞ ഡിഗ്രി അഡ്ജസ്റ്റ് ചെയ്യുന്ന വൈസിൽ ഹോൾഡ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് നേരെ കാണുന്ന ഈ മാഗ്നറ്റിക് പ്ലേറ്റിൽ ഈ ബെഡിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇതിൻ്റെ മാഗ്നറ്റിക് ലോക്ക് ചെയ്യുന്ന ലിവർ ഞാൻ കാണിച്ചു തരാം. ഇവിടെ കാണുന്നത് എനിക്ക് ഇവിടെ ഒരു ലിവർ ഉണ്ട്. ഈ ലിവർ താഴേക്കുള്ളൊരു പൊസിഷനിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നോക്കുന്നത്
അതിൻ്റെ ഫൈനൽ ഫിനിഷാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ ബർസ് കാര്യങ്ങളുണ്ടാകും. അപ്പോൾ നമുക്കത് ഫയൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫിനിഷിങ് അതുപോലെ തന്നെ ആ ഈ എഡ്ജ് ഷാർപ്നെസ് ഒക്കെ മിസ്സാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓയിൽ സ്റ്റോൺ യൂസ് ചെയ്താണ് അതിൻ്റെ ബർസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കളയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് അഴിച്ചെടുക്കാം. അതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫിനിഷിങ് കണ്ടല്ലോ. അപ്പോൾ സർഫസ് ഗ്രൈൻഡിങ് എന്തെങ്കിലും വർക്കും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ ഡോൺ ബോസ്കോയുമായി ബന്ധപ്പെടാം. നിങ്ങൾക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.